ഞാൻ ലക്ഷ്മിയോട് സംസാരിക്കാനും കുർബാനൊക്കെ നിൽക്കും. ബ്രോക്ക് ഒട്ടും ഇഷ്ടമൊന്നുമല്ല. ബ്രോ അവളടുത്ത് മാറിയിരിക്കാനൊക്കെ പറയും. പക്ഷെ ഞാൻ കേൾക്കത്തൊന്നുമില്ല. എക്സാക്ട്ലി ബ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലക്ഷ്മി വെച്ചാൽ ജീവനാണ്. വീട്ടിലൊക്കെ സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചാൽ. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും കത്തിക്കൊണ്ട് പോകാൻ ട്രൈ ചെയ്യുക. കിട്ടിയ കുട്ടിയല്ലേ മോനെ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുക. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കും. ബ്രോ അതിനെ എതിർക്കാനൊക്കെ നോക്കും. പക്ഷെ അടിക്കത്തൊന്നുമില്ല. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാനേ ശ്രമിക്കത്തുള്ളൂ കേട്ടോ. എക്സാക്ട്ലി വിളിച്ചു ഉണർത്തി കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ബ്രോയുടെ ഗേൾ ഫ്രണ്ട് ലക്ഷ്മി ആയിട്ടാണ്. അല്ല അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ആ കയ്യിലുള്ള ആ സാധനം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാനൊരു കാര്യം ചോട്ടെ, ലക്ഷ്മിക്ക് ആരെ ഇഷ്ടവും ലക്ഷ്മി എന്റെ ലൈനും ഞാൻ ബെസ്റ്റ്. ഞാനത് നൂല് നിന്ന് കഴിഞ്ഞുണ്ടല്ലോ, ഇടിച്ച് നോക്കുന്നില്ല കേട്ടാ. നിൽക്കുന്ന ഫുള്ള് നമ്മുടെ ടീമാണ് കേട്ടോ. ഇടിച്ച് നോക്കുന്നില്ല. കയ്യെ കണ്ട കഷ്ടത്തിൽ ഇടിച്ചു വലിച്ചു വേണ്ടല്ലോ വേണ്ടല്ലോ. എത്ര വർഷത്തെ പറയാം? 4 വർഷം. അപ്പൊ നീ ആരാ മാറിപ്പോനു? ആടാ അതൊന്നും പറയാൻ പറ്റില്ല. നീ എന്തോ ഇപ്പൊ ഇടാ നിനക്ക് ഇഷ്ടം. നിന്നെ പറ്റി ഇവിടെ കുറെ കാലൊക്കെ അറിഞ്ഞു. ചോര് നിനക്ക് മറ്റേ അപ്പോഴാ നീ എനിക്ക് അത് കാണിച്ചേ. നീ വിറയ്ക്കണത്തിന് ലക്ഷ്മി കൂടെ പഠിച്ച വേണ്ട. ലക്ഷ്മി ആരാ? അവളായിട്ട് എന്താ ബന്ധം? അപ്പം നമ്മളൊരുമിച്ച് പഠിച്ചതാ. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പറ്റും. നിനക്ക് എന്താ പ്രശ്നം? അവളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് വാ. നിനക്ക് ബെസ്റ്റ് ആവാല്ലേ? എനിക്ക് ബെസ്റ്റ് ആയിക്കൂടാ. നമ്മളത് കൂട്ടുകാരൻ. കൂട്ടുകാരനെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. പ്രശ്നമുണ്ടോ എന്തെങ്കിലും? നമുക്ക് ഒരുമിച്ചാവാം. എന്താ പറയുന്നത്? ഞാൻ രാവിലെ ബൈക്കിൽ ഞാൻ അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കാം. നീ വൈകിട്ട് പോയിട്ട് പിറ്റേന്ന് വന്നാൽ മതി. ഓ വേണ്ടേ? കിട്ടാനാണോ? ഉറപ്പാണോ? കല്യാണം ഉറപ്പിച്ച ആക്ച്വലി തന്നെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ബ്രോ. പെട്ടെന്ന് അവളെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് വികൃതമായി പ്രയാസപ്പെടുത്ത് വന്നു നോക്കി. അതാണ് എന്റെ ഗേൾ ഫ്രണ്ട്. പല്ലൊക്കെ നീണ്ടു വന്നു. നാക്ക് നീണ്ടു വരുന്നു. നാക്ക് നീണ്ടു വരുന്നതാ. ഇതാണോ? പിന്നെ നീ പറഞ്ഞപ്പോ ഗേൾ ഫ്രണ്ട് എന്ന് ചേർന്ന് പല്ല് നാക്ക് നീണ്ട് കയ്യില് നഖ നോക്കിയേ. അപ്പന്റെ ലവർ അല്ലേ? 4 വർഷത്തെ പ്രണയല്ലേ? ഇതെന്താണ് നിന്റെ ലവറാണെന്ന് പറഞ്ഞു? അതേ ഭാഷയെ മാറി. നീ എന്തുവാ തേക്കിനു? ഇവിടെ എല്ലാവരും കെട്ടിക്കാൻ നിൽക്കുക. പൂമാലയുടെ പൂമാലയുടെ നീ പറയും നിന്റെ പെണ്ണാണെന്ന് പറഞ്ഞാൽ പോലീസൊക്കെ വന്നു കൊണ്ടുവയ്ക്കോ കൊണ്ടുവയ്ക്കോ.
ഇവിടെ ഇരുന്ന് തൽക്കാലം നമ്മൾ ആദ്യം നോക്കട്ടെ, ഇവർ തമ്മിൽ ഒരു ചേർച്ച ഉണ്ടെന്നൊക്കെ ആദ്യം നോക്കട്ടെ. സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡീപ്പർ. ആക്ച്വലി അപ്പൊ നമ്മളിങ്ങനെ